ഫ്രണ്ട്സ്, ഞാനൊരു ലൈവ് അപ്ഡേഷനായിട്ട് വന്നതാണ്. ഇപ്പോൾ ലൈവിൽ എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കലാണ് ഇപ്പോൾ നടന്നത്. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതിൽ അവസാനമായി മത്സരിച്ച 8 പേരിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ 8 പേര് ആരൊക്കെയാണെന്ന് വെച്ചാൽ അനീഷ്, ബിന്നി, ഷാനവാസ്, അഭിലാഷ്, ആര്യൻ, അക്ബർ, റെന ഫാത്തിമ, ജിസിൽ. ഇവർ 8 പേരിൽ നിന്ന് ഈ 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിൽ ഷാനവാസ് 7 വോട്ട്, ബിന്നി 10 വോട്ട്, അഭിലാഷ് 10 വോട്ട്. അങ്ങനെ ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് എന്താ നടന്നതെന്ന് വെച്ചാൽ ജയിൽ നോമിനേഷനും കൂടെ നടന്നിട്ടുണ്ട്. അതിൽ ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റന് ഡയറക്റ്റായി ഒരാളെ ജയിലിലേക്ക് പറഞ്ഞയക്കാം വോട്ടില്ലാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാപ്റ്റൻ സെലക്ട് ചെയ്തത് നമ്മുടെ അപ്പാനി ശരത്തിനെ തന്നെയാണ്. ഫസ്റ്റായിട്ട് വന്നത് നിവീനാണ്. നിവീൻ ബിൻസിനെയാണ് സെലക്ട് ചെയ്തത്. റീസൺ പറഞ്ഞത് ഇങ്ങനെ ഒരു പുറത്ത് കിടക്കാനുള്ള നോമിനേഷനിൽ പെട്ടിട്ടും അവിടെ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് ചെയ്തത്. ഗെയിമൊന്നും കാര്യമായിട്ട് എടുക്കണില്ല എന്നുള്ള രീതിയിലാണ് നിവിൻ ബിൻസിനെ നോമിനേറ്റ് ചെയ്തത് ജയിലിലേക്ക്. അടുത്തത് ഓനിയൽ വന്നു. ഓനിയൽ വന്നിട്ട് അനുമോളിനെയാണ് സെലക്ട് ചെയ്തത്. കാര്യമായിട്ടൊന്നും ചെയ്യണില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ശരത്ത് വന്നിട്ട് ശൈത്യയാണ് നോമിനേറ്റ് ചെയ്തത്. ടാസ്കിലൊന്നും ആക്റ്റീവ് അല്ല എന്ന് തന്നെയാണ് ശരത്ത് പറഞ്ഞത്. അടുത്തത് രേണു സുധി വന്നിട്ട് രഞ്ജിത്തിനെയാണ് സെലക്ട് ചെയ്തത്. രേണു റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നാക്റ്റീവാണ്, എവിടെയും ആക്റ്റീവായി കണ്ടില്ല എന്നാണ് റീസൺ പറഞ്ഞത്. അടുത്തതായി അനുമോൾ വന്നു. അനുമോൾ വന്നിട്ട് ശൈത്യാണ് പറഞ്ഞത് അതുതന്നെയാണ്, ആക്റ്റീവ് അല്ല, ഗെയിമൊന്നും ശരിക്കും കളിക്കുന്നില്ല. അങ്ങനെ സാരിക വന്നിട്ട് പറഞ്ഞത് നിവേനെയാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ട് നന്നായി ആടിപ്പാടി നടക്കുകയാണ് നിവീൻ. അപ്പോൾ ജയിലിൽ പോയി വന്നാൽ എങ്ങനെയാണ് ഈ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. രഞ്ജിത്ത് വന്നിട്ട് അനുമോളെയാണ് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്താണെന്നുള്ളത് ജയിലിൽ പോയി ഒന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് രഞ്ജിത്ത് പറഞ്ഞത്. അടുത്ത ആദിലയും നൂറയാണ് വന്നത്. ശൈത്യൻ തന്നെയാണ് ഇന്നാക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ശാരിക പറഞ്ഞത് അനുമോളെയാണ്. അനുമോൾ പലവിധം കാർഡുകൾ ഇവിടെ ഇറക്കുന്നുണ്ട്, അതുകൊണ്ട് ജയിലിലൊന്ന് പോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അടുത്ത ബിൻസി വന്നു. ബിൻസി വന്നിട്ട് രേണു സുധീനെയാണ് പറഞ്ഞത്, പുറത്ത് പോകണമെന്ന് കുറേ ദിവസമായി പറയുന്നത്, അതുകൊണ്ട് പുറത്ത് പോയി ഫിസിക്കലി മെൻ്റലിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് എനർജി ആയിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. റെന ഫാത്തിമയും രേണു സുധീനെയാണ് പറഞ്ഞത്, ഒന്നിനും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല, അതുപോലെ പുറത്ത് പോകണമെന്ന് കുറച്ച് ദിവസമായി പറയുന്നത്, ഒന്ന് പോയി മാറ്റമൊക്കെ കണ്ടിട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ജിസിലും പറഞ്ഞത് രേണു സുധീൻ തന്നെയാണ്, മെൻ്റലി ഫിസിക്കലി ആൾ ലോ ആണ്, അപ്പോൾ ഒന്ന് ജയിലിൽ പോയി ഒന്ന് ഉഷാറായി വരട്ടെ എന്നുള്ള രീതിയിലാണ് ജിസിലും പറഞ്ഞത്. അടുത്തതായി ആര്യൻ വന്നിട്ട് നിവേനെയാണ് പറഞ്ഞത് നോമിനേഷന് ബാൻഡ് മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ബിന്നി വന്ന് ഓനിയൽ സാബുവിനെയാണ് സെലക്ട് ചെയ്തത്. ക്വാണ്ടിറ്റി ഇല്ലാണ്ട് ഫുഡ് ഉണ്ടാക്കണം, ഫുഡിൻ്റെ ടേസ്റ്റ് നോക്കണില്ല, എല്ലാവർക്കും ടൈമിന് എത്തിക്കണില്ല, ഒരു കിച്ചൺ ക്യാപ്റ്റൻസി ആയിട്ടും അതിൽ വീഴ്ച വരുത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അടുത്തത് അക്ബർ വന്നിട്ട് പറഞ്ഞത് അനുമോളെയാണ്, ജോലി ചെയ്യാനുള്ള മടിയും ജോലി ചെയ്യുന്നവരെ നേരെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതായത് മറ്റേ ക്ലീനിങ് റൂമിലൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അതായത് ജോലി ചെയ്യേണ്ട അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരം, അതിനുള്ള ഇതൊക്കെയാണ് അനുമോൾ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്തത് അഭി വന്നിട്ടും അനുമോളിനെ തന്നെയാണ് പറയേണ്ടത്. പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കാതെ പിന്നെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് പ്രതികരിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല, അത് നല്ല കാര്യമല്ല. അതായിരുന്നു അബിയുടെ റീസൺ. അടുത്തത് ഷാനവാസ് വന്നു. ബിൻസിനെയാണ് നോമിനേറ്റ് ചെയ്തത്. കാരണം പറഞ്ഞത് പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന ടാസ്കിൽ അവരൊക്കെ പുറത്താണല്ലോ കിടക്കുന്നത്, അപ്പോൾ ബിൻസിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാതെ ഇരുന്നത് ശൈത്യയും ജിസേലുമാണ്. അവർക്കില്ലാത്ത കംപ്ലൈൻറ്റ് എന്നെ ഒരാൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബിൻസി കയറി പിടിച്ചു. അത് പറയാൻ ബിൻസിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഷാനവാസിൻ്റെ റീസൺ. അപ്പോൾ ജയിലിലേക്ക് സെലക്ട് ചെയ്തതാണ് അനുമോളാണ്. അനുമോളിനെയും പിന്നെ ക്യാപ്റ്റൻ ഡയറക്റ്റ് സെലക്ട് ചെയ്ത അപ്പാനി ശരത്തുമാണ് ഈ ഫസ്റ്റ് ആഴ്ചയിലെ തന്നെ ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ലൈവ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.